വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് KPCC 100 വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. താനല്ല ചുമതലക്കാരൻ, മറുപടി പറയും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കൂടുതൽ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തു. നൃപൻ ചേരുകയാണ്. നൃപൻ, ഈ ചോദ്യങ്ങൾ വന്നതോടെ അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു എന്നാണോ? രണ്ട്, KPCC പ്രസിഡന്റ് പറയുന്നു താനല്ല ചുമതലക്കാർ, മറുപടി പറയും. അപ്പോൾ പിന്നെ ചുമതലക്കാരാരാണ്? തീർച്ചയായും KPCC ആസ്ഥാനത്ത് അല്പം മുമ്പാണ് സണ്ണി ജോസഫ് വാർത്താ സമ്മേളനം നടത്തിയത്. വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മളാണ് ഈ ചോദ്യം ചോദിച്ചത്. വയനാട് ദുരന്തത്തിൽ 100 വീടുകൾ KPCC പ്രഖ്യാപിച്ചു. അതിനൊപ്പമാണ് യൂത്ത് കോൺഗ്രസിന്റെ വീട് 30 വീട് എന്ന് പറയുന്നത്. പക്ഷേ 2 വീടും പൂർത്തിയായിട്ടില്ല. അതിന്റെ സ്ഥലം പോലും, ഭൂമി പോലും ഏറ്റെടുത്തിട്ടില്ല. മാത്രമല്ല അതിന്റെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ക്രമക്കേടും വിവാദങ്ങൾ തുടരുന്ന ഘട്ടത്തിലാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു താനല്ല അതിൽ ചുമതലക്കാരൻ നിശ്ചയിച്ചിട്ടുണ്ട്, ചുമതലക്കാർ ഇക്കാര്യത്തിൽ മറുപടി പറയും എന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ ഈ കാര്യങ്ങളിൽ സംബന്ധിച്ച് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അദ്ദേഹമല്ല ഇതിന്റെ ചുമതലക്കാരൻ, അത് പാർട്ടി പറയും, KPCC പ്രസിഡന്റ് പറയും എന്നാണ് ഇത്തരം പല കാര്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം പറയാറുള്ളത്. ഇപ്പോൾ KPCC പ്രസിഡന്റും പറയുന്നു താനല്ല ചുമതലക്കാർ, മറുപടി. ഇത് ആരാണ്? ദീപാദാസ് മുൻഷിയോ, KC വേണുഗോപാലോ, അതോ പ്രിയങ്ക ഗാന്ധി? ആരാണ് ഈ ചുമതലക്കാർ? 100 വീട് ഈ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് 100 വീട് വാഗ്ദാനം ചെയ്തതാണ്, അതിന്റെ പേരിൽ പിരിച്ചതുമാണ്. ആ വീട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് ചുമതലക്കാർ പറയും. ഏതാണ് ചുമതലക്കാർ? ആരാണ് ചുമതലക്കാർ? തീർച്ചയായും ശരത്, KPCC അധ്യക്ഷനോടാണ് ന്യായമായി ഇത് ചോദിക്കേണ്ടത്. നേരത്തെ തന്നെ VD സതീശനോട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വയനാട് വീട് ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസ പാക്കേജിന്റെ വീടിനെ സംബന്ധിച്ച് നമ്മൾ ചോദിച്ചപ്പോഴെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ KPCCയുടെ സെക്രട്ടറി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് വാർത്താ സമ്മേളനത്തിനൊപ്പം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M ലിജുവും ഒപ്പം തന്നെ വിഷ്ണുനാഥും KPCC വർക്കിംഗ് പ്രസിഡന്റുണ്ട്. വർക്കിംഗ് പ്രസിഡന്റായ വിഷ്ണുനാഥും ഒപ്പം തന്നെ AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ അടക്കം നേതാക്കളാണ് ഇതുമായി ബന്ധപ്പെട്ട ചുമതല നൽകിയിട്ടുള്ളത്. ആ നേതാവ് കൂടി ഒപ്പം ഉള്ളപ്പോഴാണ് അത് ചുമതലക്കാർ പറയുമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത്. ഇത് വലിയ തരത്തിൽ വിമർശനം ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിനും അദ്ദേഹം മറുപടി പറയാതെ പെട്ടെന്ന് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് എണീക്കുകയായിരുന്നു. നമ്മുടെ ചോദ്യത്തിനാണ് പ്രതികരിക്കാതെ അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. വലിയ രീതിയിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാവുന്ന ആ ചോദ്യം തന്നെയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി പറയാൻ. ഒറ്റ കാര്യം കൂടി നൃപൻ, ഈ മഹാദുരന്തമുണ്ടായി 1 വർഷം കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട മോഡൽ ടൗൺഷിപ്പ് പദ്ധതി മുന്നോട്ട് പോകുന്നു. അതിൻ്റെ മാതൃകാ ഭവനം സർക്കാർ പൂർത്തിയാക്കി ഗുണഭോക്താക്കളെ കൊണ്ട് കാട്ടി. അവർ വളരെ സന്തോഷത്തോടെ ആ വീട്, ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതും കഴിഞ്ഞ് 1 മാസവും കഴിഞ്ഞു. കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് 1ാം വാർഷികം. അത് കഴിഞ്ഞതായി ഇപ്പോൾ ഓഗസ്റ്റ് മാസവും കഴിയാൻ പോകുന്നു. കേരളം ഓണത്തിലേക്ക് കടക്കുന്നു. ഇതുവരെ ഈ 100 വീടുമായി ബന്ധപ്പെട്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ 33 വീടുമായി ബന്ധപ്പെട്ട് അതിനെവിടെങ്കിലും സ്ഥലം വാങ്ങിയതായിട്ടോ, അതിനാകെ എത്ര പിരിച്ചുവെന്നോ, അതിനെത്ര കിട്ടിയെന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം ഈ 2 പാർട്ടികളുടെയും, യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടോ? ഇത് വരാത്തത് കൊണ്ടും വ്യക്തതയില്ലാത്തത് കൊണ്ടുമാണോ KPCC പ്രസിഡന്റ് തന്നെ ഇങ്ങനെ ഒഴിഞ്ഞു മാറേണ്ടി വരുന്നത് പ്രതിപക്ഷ നേതാവിനും? തീർച്ചയായും നിലവിലുള്ള കണക്ക്, സർക്കാർ നിശ്ചയിച്ചുള്ള കണക്കനുസരിച്ചിട്ട് ഒരു വീടിന് ഭൂമി ഇല്ലാതെ തന്നെ 20 ലക്ഷം രൂപയാവും. അങ്ങനെയാണെങ്കിൽ KPCCയുടെ 100 വീട് പണിയുന്നതിന് 20 കോടി രൂപ ഭൂമി ഇല്ലാതെ തന്നെ, ഭൂമി വാങ്ങി സർക്കാരിന്റെ ഭൂമിയിലാണ് വയ്ക്കുകയാണെങ്കിൽ 20 ലക്ഷം രൂപ വെച്ച് 20 കോടി രൂപയാവും. KPCC ഏകദേശം 3 കോടി 14 ലക്ഷം രൂപ പിരിച്ചു എന്നതാണ് നേരത്തെ വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഒപ്പം തന്നെ AP അനിൽകുമാറും പറഞ്ഞത്. അതിനുശേഷം ഭൂമി ഏറ്റെടുത്തിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ പിരിവുമായി ബന്ധപ്പെട്ട ഫണ്ട് വെറും 88 ലക്ഷം രൂപയാണ് വന്നിട്ടുള്ളത്. അവർക്ക് 30 വീട് വെക്കണമെങ്കിൽ ഇനിയും 2 കോടി രൂപ കൂടി പിരിച്ചെടുക്കേണ്ടതുണ്ട്. ഇതുവരെ ഭൂമി വയനാട് ഈ പറഞ്ഞ ദുരന്ത ഭൂമിക്ക് നിന്നുള്ളവർക്ക് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുത്തിട്ടില്ല. ഈ 2 കാര്യങ്ങളും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് പ്രതികരണമില്ല. അദ്ദേഹം മുമ്പാണ് വാർത്താ സമ്മേളനം നടത്തിയത്.